അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഏഴിൻ്റെ പണിയുടെ സീസണിലെ വിന്നറായിട്ട് അനുമോളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇത് പി ആറിൻ്റെ വിജയം എന്നൊക്കെ കുറേ പേര് പറയുമായിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം ഒരു പി ആറിന് എത്രയാണെന്ന് വിചാരിച്ചാണ് പൈസ ഇറക്കി വോട്ട് മറിക്കാൻ പറ്റുക അല്ലേ? ഇവിടെ ഞാൻ കാണുന്നത് ഒരു 50-50 ചാൻസ് ആയിരുന്നു അനുവിന് വിന്നറാകാൻ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു 100% ചാൻസ് ഉണ്ടായിരുന്ന അനീഷിനെ ഈ ഒരു തരത്തിൽ ഒരു ഫസ്റ്റ് റണ്ണറപ്പായി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി തന്നെയാണ്. അവരാണ് അനുവിനെ ജയിപ്പിച്ചതെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇന്നലെ ഫിനാലെ സമയത്ത് നമ്മളെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ കാണിച്ചു. ഫസ്റ്റ് വീക്ക് മുതലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കാണിച്ചു. അപ്പോൾ അതിൽ അനുമോള് വന്ന എല്ലാ വീക്കിലും അനുമോള് തന്നെയാണ് ഏകദേശം ടോപ്പിൽ നിൽക്കുന്നത് വോട്ടിങ്ങിൽ. അതുപോലെ തന്നെ അനീഷും ഒന്നിച്ച് നോമിനേഷൻസിൽ വന്നപ്പോഴൊക്കെ രണ്ടുപേരും കട്ടക്ക് തന്നെയാണ് നിൽക്കുന്നത്. 2 പ്രാവശ്യം മാത്രമാണ് അനു ഒന്ന് ഡൗൺ ആയി പോയിട്ടുള്ളത്, അതും ചെറിയ പെർസെൻറ്റേജിന്. ബാക്കിയുള്ള സമയത്ത് അനു മുകളുടെ ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ടത് ലാസ്റ്റ് വീക്ക് നോമിനേഷൻ 13 വീക്കിൽ രണ്ടുപേരും ഒരുപോലെയാണ് നിൽക്കുന്നത്. 22.7 അങ്ങനെ എന്തോ ആണ് കണ്ടത്. പിന്നീട് വന്ന ഈ വീക്കിൽ ഇത്രയും അട്ടിമറിച്ചൊരു വിജയം സ്വന്തമാക്കാൻ അനുവിനെ സഹായിച്ചത് റീ എൻട്രി തന്നെയാണ്. അതിൽ ഉറപ്പായിട്ടും അനീഷ് കപ്പ് കൊണ്ടുപോകുമായിരുന്നു. കാരണം നമ്മൾ പല കമൻസിലും ഒക്കെ കാണുന്നത് എന്താ, അനീഷ് ഓർ അനുമോൾ ആര് കപ്പ് കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള കമൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അനീഷിനെ അനുവിനെ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് എന്താ പറയുക, അനീഷിനെ വോട്ട് ചെയ്യിക്കാതെ അനുവിനെ വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു റീ എൻട്രി. കാരണം അനീഷ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ അതേസമയം അനു വല്ലാതൊരു മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന 2 വീക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ 2 പേരെ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് അനുവിലേക്ക് തന്നെ വോട്ടെത്തിക്കാൻ ഈ എക്സ് കണ്ടസ്റ്റൻസിന് പറ്റി. പിന്നെ ഇത് പറയുന്ന ഒരു വാശിയുടെ ഒരു പ്രശ്നം കൂടിയായി. ഇത് കാണുന്ന ജനങ്ങൾക്കിടയിൽ ഒരു വാശി കൂടെ ഉണ്ടാക്കി. കാരണം അനു വിൻ ചെയ്യണം. അത് എക്സ് കണ്ടസ്റ്റൻസ് പരമാവധി അനു വിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുള്ള ജനങ്ങളുടെ ഇടയിൽ അനു വിൻ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, കാണുന്നവരുടെയും കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറുന്ന തരത്തിലായിരുന്നു ഇതിലൊരു പോക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനാണെങ്കിൽ ശരി, ഞാനും എന്താ പറയുക, ഇതുവരെ ഒരു സീസണിൽ നമ്മൾ സപ്പോർട്ട് ജസ്റ്റ് നമുക്കൊരാളെ ഇഷ്ടം തോന്നും, പക്ഷേ ഇതുവരെ വോട്ടും കാര്യം അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ ആര്യൻ്റെ ജിസേലിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അനുമോൾക്ക് സപ്പോർട്ട് തുടങ്ങുന്നത്. അങ്ങനെ തന്നെ ഇപ്പം വോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നമ്മൾ ഒരു വോട്ടേ കൊടുക്കുന്നുള്ളൂ. അന്ന് ആര്യൻ്റെ ജിസേലിൻ്റെ ഇഷ്യൂ അന്ന് ലാലേട്ടൻ അനുവിനെ നല്ലോണം എടുത്തിട്ട് കുറഞ്ഞല്ലോ. അന്ന് അനു ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നപ്പോഴാണ് അനുവിനെ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അന്നേരം മുതൽ നമ്മൾ ഓരോ വോട്ട്, ജസ്റ്റ് എൻ്റെ ഒരു വോട്ട് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫിനാലി എത്തിയപ്പോഴും ആ ഒരു വോട്ട് ചെയ്യാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ വോട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഒരു ഈ റീ എൻട്രി സമയത്ത് ഇത്രയൊരു ഇത് വരുമ്പോൾ നമുക്കൊരു വാശിയാണ് അവന് ജയിക്കണം എന്ന്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അങ്ങ് വോട്ട് ചെയ്യണം, എല്ലാവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുകയാണ്. അവർ ചെയ്യാൻ താല്പര്യമില്ലേ പോലും നമ്മൾ അവരുടെ ഫോൺ എടുത്തങ്ങ് ചെയ്യുകയാണ്. അതായത് അതിന് ജയിക്കണം എന്നുള്ള ഇതിൽ അങ്ങനെ ഒരു 5 വോട്ട് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പം അങ്ങനെ കൊടുത്തു. അതുപോലെ പലരുടെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ട് അങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ് അതിന് ജയിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയൊരു വോട്ട് മാർജിനൊന്നും, വലിയൊരു വോട്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അന്ന് രാത്രിയാണെങ്കിലും വോട്ടിംഗ് അവസാനിക്കുന്നതിന് രാത്രിയാണെങ്കിലും ഇപ്പം റീന ഫാത്തിമയൊക്കെ പെട്ടെന്ന് അനീഷിനോടൊരു സ്നേഹം പൊട്ടിപ്പുറപ്പെടും നമ്മൾ കണ്ടു. അതായത് അനു വിൻ ചെയ്യുന്നുള്ളൊരു പേടിയിൽ പെട്ടെന്നൊരു സ്നേഹം. കാരണം അവൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അക്ബറിനെയും നെവിനെയാണ്. പക്ഷേ അവളെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അനീഷേട്ടൻ്റെ കുറേ വർണ്ണനകളാണ്. പിന്നെ അനീഷേട്ടൻ എനിക്ക് ഇപ്പോൾ പോയപ്പോൾ ഫുഡ് ഉണ്ടാക്കി തന്നു, അതാക്കി തന്നു, ഇതാക്കി തന്നു. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയാം അത് അനീഷിനോടുള്ള സ്നേഹമൊന്നുമല്ല. അനു ജയിക്കാൻ പാടില്ല. അതിന് അനീഷിനെ അങ്ങ് പുകഴ്ത്തി അനീഷേട്ടന് വോട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു പരിപാടിയാണ് ചെയ്തത്. അതുപോലെ തന്നെ തൊപ്പിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. തൊപ്പിക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി വന്നു ഇത് അനീഷ് ജയിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പം അനീഷ് നല്ലൊരു വോട്ട് കയറിയിട്ടുണ്ടാവും. പക്ഷെ അതിനെപ്പോലും മറികടക്കുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം ഓൾറെഡി അനുവിന് വോട്ട് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അനുവിന് വിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു 50-50 ചാൻസ് ഉണ്ടായിരുന്ന അനുവിനെ ഈ ഒരു 100% അല്ലെങ്കിൽ ഒരു വിന്നർ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചത്
എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി തന്നെയാണ്. ഇവർ എന്താ പറയുക, ഈ ഒരു ഗെയിം ഇത്രയും കണ്ടിട്ടും കളിച്ചിട്ടും ഒന്നും ഇവർക്ക് ബോധോദയം ഉണ്ടായിട്ടില്ല. നമ്മളൊരു ഗെയിം പാറ്റേൺ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ ഒരാളെ ആക്രമിച്ചാൽ അയാൾക്ക് സിമ്പതി വർക്കൗട്ടായി വോട്ട് കിട്ടും എന്നുള്ളത് ഇത് കാണുന്ന ഏത് പൊട്ടനും അറിയാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ ആ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരാളെ ആക്രമിച്ച് അയാൾക്ക് വോട്ട് വീഴും, അയാൾ താരമാകും.